हरि ओम। ओम सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। सदाशिवसमारम्भाम् शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परा। നമുക്ക് ദേവരെടുത്ത ശ്ലോകങ്ങൾ ഒന്ന് ചൊല്ലാം ഒന്നിച്ച് സാധാരണ ചൊല്ലുന്ന പോലെ. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുക്രങ്കരണേ. മൂഢജഹീഹി ധനാഗമതൃഷ്ണ കുരു സദ്ബുദ്ധിം മനസി വിതൃഷ്ണാം യല്ലഭസേ നിജ കർമ്മോപാത്തം വിത്തം തേന വിനോദയ ചിത്തം. നാരീസ്ഥനഭര നാഭീദേശം ദൃഷ്ട്വാ മാഗാ മോഹാവേശം ഏതന്മാംസവസാദിവികാരം മനസി വിചിന്തയ വാരം വാരം. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുക്രങ്കരണേ. നളിനീദളഗത ജലമതിതരളം തത്വജീവിതം അതിശയചപലം വിദ്ധി വ്യാധ്യഭിമാനഗ്രസ്തം ലോകം ശോകഹതം ച സമസ്തം. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുക്രങ്കരണേ. യാവത് വിത്തോപാർജനസക്ത സ്ഥാവന്നിജ പരിവാരോ രക്ത പശ്ചാജ്ജീവതി ജർജരദേഹേ വാർത്താംഗോപി ന പൃച്ഛതി ഗേഹേ. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുക്രങ്കരണേ. യാവത് പവനോ നിവസതി ദേഹേ താവത് പൃച്ഛതി കുശലം ഗേഹേ. ഗതവതി വായൗ ദേഹാപായേ ഭാര്യാഭിപ്യതി തസ്മിൻ കായേ. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുക്രങ്കരണേ. ബാലസ്താവത് ക്രീഡാസക്ത തരുണസ്താവത് തരുണീസക്ത വൃദ്ധസ്താവത് ചിന്താസക്ത പരമേ ബ്രഹ്മണി കോപി ന സക്ത. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുക്രങ്കരണേ. കാതേ കാന്താ കസ്തേ പുത്ര സംസാരോയമതീവ വിചിത്ര
കസ്യത്വം കുത ആയാത തത്വം ചിന്തയ തതിഹ ഭ്രാത ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ദുഃഖൃങ്കരണേ. 8 ശ്ലോകങ്ങൾ കഴിഞ്ഞു. അപ്പോൾ ഇതുവരെ ആചാര്യസ്വാമികൾ ചെയ്ത എല്ലാ പ്രസ്താവനകളും തലകുലുക്കി സമ്മതിക്കാൻ ആർക്കും മടി കാണില്ല. യാതൊരു അഭിപ്രായ വ്യത്യാസവും ഉണ്ടാവില്ല. അദ്ദേഹം പറയുന്നത് എല്ലാം വാസ്തവം, എല്ലാം സത്യം. അമിതമായ എന്താ പറയുക, ധനസമ്പാദനത്തിനുമുള്ള തൃഷ്ണ ആദ്യം പറഞ്ഞു. ഭോഗലാലസ ജീവിതത്തിനുണ്ടാകുന്ന ബുദ്ധിശൂന്യമായ ഒരു മോഹാവേശം, തികച്ചും അസ്ഥിരമായ ജീവിതവും അതിൽ നാം ഉണ്ടാക്കുന്ന അശാശ്വതമായ ബന്ധുമിത്രാദികളും അവരെല്ലാം സ്ഥിരമാണ് എന്ന് ഒരു വമ്പൻ തെറ്റിദ്ധാരണയും കൊണ്ട് ജീവിതം മുന്നോട്ട് പോകുന്നു. ഇന്നത് ആരും സ്ഥിരമല്ല. ഇനി പിന്നീടാണ് മനസ്സിലാവുക തെറ്റിദ്ധാരണയായിരുന്നില്ല എന്നുള്ളത്. ഇതൊന്നും ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. എല്ലാവരും അത് ശരിയാ എന്ന് പറഞ്ഞിങ്ങനെ സമ്മതിക്കാനേ പറ്റുള്ളൂ. ഭഗവാന്റെ ഓരോ ശങ്കരൻ്റെ ഓരോ ശ്ലോകങ്ങളും നമ്മളെടുത്ത് വായിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ അത് ശരിയാട്ടോ. അപ്പോൾ അഭിപ്രായ വ്യത്യാസമൊന്നും ആർക്കുമില്ല, എല്ലാവരും സമ്മതിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ പ്രശ്നം വരുന്ന എവിടെ വെച്ചാൽ ഈ ജീവിത പദ്ധതി, അദ്ദേഹം പറഞ്ഞിട്ടുള്ള ജീവിത പദ്ധതി നടപ്പാക്കുന്നത് എങ്ങനെ, അതാണ് പ്രശ്നം. സാധാരണക്കാരൻ്റെ ജീവിതചര്യയിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിത്യ ജീവിതത്തിൽ ഈ പരിവർത്തനം, അദ്ദേഹം പറഞ്ഞിട്ടുള്ള പരിവർത്തനങ്ങൾ പ്രാവർത്തികമാക്കാൻ എന്താണ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു ഉപായം? നമ്മൾ നമ്മുടേതായിട്ടുള്ളൊരു സ്റ്റൈലിൽ പോകണു, നമ്മുടെ സ്പീഡിൽ നമ്മൾ പോകണു, നമ്മളുടെ ഡയറക്ഷനിൽ നമ്മൾ പോകണു. ചില സമയത്ത് സ്പീഡ് കൂടുന്നു, ചില സമയത്ത് സ്പീഡ് കുറയണു. പക്ഷേ ഡയറക്ഷൻ തെറ്റിയ ഡയറക്ഷനിലേക്ക് തന്നെയാണ് പോണത്. അപ്പോൾ ഇതിൽ നിന്നൊരു ബ്രേക്ക് ഇട്ടിട്ട് സ്പീഡ് കുറയ്ക്കേണ്ടടുത്ത് സ്പീഡ് കുറച്ച്, സ്പീഡ് കൂട്ടേണ്ടടുത്ത് സ്പീഡ് കൂട്ടി, ഒരു റെഗുലേറ്റർ വാൾവൊക്കെ ഫിറ്റ് ചെയ്ത് നമ്മുടെ ജീവിതത്തിന് ഒരു പരിവർത്തനം ഉണ്ടാക്കാനുള്ള ഉപായം എന്ത് അല്ലേ നമ്മൾ ആരായേണ്ടത്? പലപ്പോഴും നമുക്ക് തോന്നും നമ്മളിപ്പോൾ ജീവിച്ചു വരുന്ന ഈ ജീവിത രീതി അതങ്ങോട്ട് ഉപേക്ഷിക്കാൻ സാധ്യമാണോ, നടക്കുമോ ഇതൊക്കെ എന്നൊരു ചിന്ത നമുക്ക് മനസ്സിൽ വല്ലാണ്ട് നമ്മളെ അലട്ടുന്നുണ്ട്. എനിക്കറിയാം ഇത് തെറ്റാണെന്ന്, പക്ഷേ മാറാൻ പറ്റുമോ? ബുദ്ധിമുട്ടല്ലേ? ഞാൻ എൻ്റേതായിട്ടുള്ളൊരു ശൈലി കെട്ടിപ്പടുത്തു, 4 ആൾക്കാർ ചെയ്യണ പോലെ ഞാനും ചെയ്തു. ഈ വഴിക്കാണ് ഞങ്ങൾ പോകുന്നത്. ഈ വഴി മാറ്റണം എന്നൊക്കെ പറഞ്ഞാൽ നേർവഴി വിട്ട് 2 ചുവട് അങ്ങോട്ടും മാറിയാലെന്ത് വൈഷമ്യം നിനക്കടാന്ന് ചോദിച്ച പോലെ 2 വഴി അങ്ങോട്ട് ആചാര്യസ്വാമികൾ സമ്മതിച്ചാൽ 2 വഴി അപ്പുറത്ത് കൂടെ നടന്നുകൂടെ? നമുക്ക് ഈ നേരിട്ട വഴി കൂടെ പോകാൻ വലിയ ബുദ്ധിമുട്ടായി. വഴി മാറ്റാനിപ്പോൾ ബുദ്ധിമുട്ടാണോ എന്ന് വരെ നമുക്ക് തോന്നും. മാറ്റാൻ പറ്റാഞ്ഞിട്ടല്ല, അത്രയ്ക്ക് നമ്മൾ ഇതിനോട് അടിമപ്പെട്ടു പോയി. നമ്മുടെ ലൈഫ് സ്റ്റൈലിനോട് നമ്മൾ അത്രയ്ക്ക് അടിമപ്പെട്ടു പോയി. ഏത് കാലഘട്ടത്തിലും എല്ലാ ആധ്യാത്മിക സാധകന്മാരും ഈ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. എല്ലാവരും. നമ്മുടെ ഒരു പ്രത്യേകത കാലഘട്ടം എന്നല്ലാതെ എല്ലാ കാലഘട്ടത്തിലും, ശ്രീരാമൻ്റെ കാലഘട്ടത്തിലും ശ്രീകൃഷ്ണൻ്റെ കാലഘട്ടത്തിലും ആരുടെ കാലഘട്ടത്തിലും ധ്രുവൻ്റെ കാലഘട്ടത്തിലും ഈ കോൺഫ്ലിക്റ്റ് ഇൻ മാൻ, മനുഷ്യനിലുള്ള ഈ കോൺഫ്ലിക്റ്റ്,
ദിസ് ബെറ്റർ ദാറ്റ് ബെറ്റർ, അതിൽ നിന്ന് എങ്ങനെ അങ്ങോട്ട് ചാടുക എന്നുള്ളൊരു ചിന്താക്കുഴപ്പം മനുഷ്യരാശി മുതൽ ആദ്യം മുതലേ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ വിഷമഘട്ടം തരണം ചെയ്യാൻ അറ്റ്ലീസ്റ്റ് ബുദ്ധിപരമായി സമ്മതിക്കുന്ന ഒരു സിദ്ധാന്തം, ഒരു തിയറി പ്രായോഗിക ജീവിതത്തിൽ അനുവർത്തിക്കാൻ സാധിക്കുക, ഇതൊക്കെയാണ് നമ്മുടെ ബുദ്ധിമുട്ട്. നമുക്കതിൻ്റെ സൊല്യൂഷനൊക്കെ അറിയാം, ബുദ്ധിപരമായിട്ടുള്ള സൊല്യൂഷനൊക്കെ നമുക്കറിയാം. ഈ തൃഷ്ണ മാറ്റാനും അതിമോഹം മാറ്റാനും ഇതൊക്കെ നമുക്കതിൻ്റെ ബുദ്ധിമുട്ടുകൾ നമുക്കറിയാം, അതിൻ്റെ ബുദ്ധിമുട്ടുകളും അറിയാം, അത് മാറ്റാനുള്ള വഴി നമുക്കറിയാം. പക്ഷേ മാറാൻ പറ്റണ്ടേ? മാറുമെന്നുകൊണ്ട് എന്താ ചെയ്യുക? മാറാൻ പറ്റണ്ടേ? അതിനാണ് അതാത് കാലത്ത് ആചാര്യന്മാർ അതാത് കാലത്തിനനുസരിച്ച പദ്ധതികൾ ആവിഷ്കരിച്ച് അവരാ ദൗത്യം നിർവഹിച്ചു പോകുന്നു. എന്ത്? ഭക്തജനങ്ങളെ മാറ്റാനുള്ള ദൗത്യം, അവരുടെ മാർഗം മാറ്റാനുള്ള ദൗത്യം. അങ്ങനെ ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു കൂട്ടം ആചാര്യന്മാർ അതാത് സമയത്ത് ഇവിടെ വന്നിട്ട് ആൾക്കാരുടെ തെറ്റിദ്ധാരണ ചൂണ്ടിക്കാണിച്ചിട്ട് അവരെ ആ തെറ്റായിട്ടുള്ള വഴിയിൽ നിന്ന് മാറ്റി അതാത് കാലത്ത് അതാത് ആളുകൾക്ക് പറ്റാവുന്ന രീതിയിൽ പ്രായോഗികമായിട്ടുള്ള വഴികൾ കാണിച്ചു കൊടുത്ത് അവരെ ആ വഴിയിൽ നിന്ന് മാറ്റി നേർവഴിക്കാക്കാൻ ഉള്ളൊരു ആചാര്യ പരമ്പര നമ്മളുടെ സനാതനധർമ്മത്തിനില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ വേദാന്തം ഒരു ദിവാസ്വപ്നമായിട്ട് നിലനിൽക്കില്ലേ? അൺപ്രാക്ടിക്കലാന്ന് പറയില്ല എല്ലാവരും. ഇന്നിപ്പോൾ അതല്ലല്ലോ പറയണം. വേദാന്ത ഈസ് എ മോസ്റ്റ് പ്രാക്ടിക്കൽ വേ എന്നല്ലേ? നമ്മളല്ല, നമ്മൾ പറയുന്നത് കൂടെ സാഹിബ്മാർ പറയണത്. അവർ പറഞ്ഞാലല്ലേ നമുക്ക് വിലയുള്ളൂ. അവർ പറയുന്നത് അങ്ങനെയല്ലേ? അതുകൊണ്ടല്ലേ ഭഗവത്ഗീതയും ഉപനിഷത്തുകളൊക്കെ ടെക്സ്റ്റായിട്ട് ജർമ്മൻ യൂണിവേഴ്സിറ്റിയിലും USA നടക്കുന്നത്. നമുക്കത് വേണ്ട. ഇതൊക്കെ പ്രായോഗിക ടിപ്സ് ടു ചേഞ്ച് ഓഫ് പാറ്റേൺ ഓഫ് ലൈഫ്. അതുണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ വേദാന്തം എല്ലാം എന്താ പറഞ്ഞ ആരോ പറഞ്ഞ പോലെ സുന്ദരമായ നടക്കാത്ത ജീവിതം എന്നല്ലേ പറയുള്ളൂ. സനാതനധർമ്മം അതല്ല. നടക്കാത്തൊരു ജീവിതമല്ല സനാതനധർമ്മം. നടക്കുന്ന ജീവിതം തന്നെയാണ് സനാതനധർമ്മം. അപ്പോൾ സാധാരണ ജനതയെ അതാത് കാലത്തെ ചളിയിൽ നിന്നും ചളിക്കുണ്ടിൽ നിന്നും യന്ത്രഊഞ്ഞാലിൽ നിന്നും, അഥവാ ഭജഗോവിന്ദത്തിലെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഡുക്രിങ്കരണി ഭ്രമത്തിൽ നിന്ന്, മനസ്സിലായില്ലേ? ഡുക്രിങ്കരണി ഭ്രമത്തിൽ നിന്ന് കൈ പിടിച്ച് ഉയർത്തേണ്ട ചുമതല അതാത് കാലഘട്ടത്തിൽ വരുന്ന ആചാര്യന്മാർക്കുണ്ടായിരുന്നു. അവരത് ആ ദൗത്യം പൂർത്തീകരിച്ചിട്ടുമുണ്ട്. ആ ആചാര്യന്മാർ ആ സത്യം മനസ്സിലാക്കിയവരാണ്. ഇത് ഞങ്ങളുടെ തോളിലുള്ളൊരു പ്രശ്നമാണ്, ഞങ്ങളിത് മുൻകൈയെടുത്ത് ജനതയെ പറഞ്ഞ് മനസ്സിലാക്കി ഞങ്ങൾ മാത്രം അനുഭവിച്ചാൽ പോരാ, മധുരപലഹാരം ഞങ്ങൾ മാത്രം അനുഭവിച്ചാൽ പോരാ, ഈ മധുരം നുകർന്ന് താഴെയുള്ളവർക്കും കൊടുക്കണം, അവരെ കൈ കയറ്റി പിടിച്ച് വലിച്ച് മേപ്പിട്ട് കൊണ്ടുവരേണ്ട ചുമതല എൻ്റെയാണ് എന്ന് നല്ല ദൃഢതയോടുകൂടി അറിഞ്ഞവരായിരുന്നു നമ്മളുടെ ആചാര്യ സമൂഹം. തന്നാൽ കരേറേണ്ടവരെത്ര പേരോ താഴത്തുപാഴ്ചേറിലമർന്നിടുന്നു. തന്നാൽ കരേറേണ്ടവരെത്ര പേരോ, എത്ര ആൾക്കാരാ എൻ്റെ കൈ പിടിച്ച് കയറാൻ കാത്തു നിൽക്കുന്നത്? അങ്ങനെയുള്ള എത്ര പേരാണ് താഴത്തുപാഴ്ചേറിലമർന്നിരിക്കേ? ഇത്രയധികം ആൾക്കാർ ഈ ചേറിൻ്റെ ഉള്ളിൽ പെട്ട് കിടക്കുമ്പോൾ താനൊറ്റയിൽ ബ്രഹ്മപദം കൊതിക്കും തപോനിധിക്കെന്തൊരു ചാരിതാർത്ഥ്യം. അദ്ദേഹം അവിടെ സുഖമായിട്ട് ഭക്ഷണം കഴിച്ച് മധുരം കഴിച്ചിരിക്കുകയെന്ന് വിചാരിക്കണ്ടോ? ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല അദ്ദേഹത്തിന്. അതുകൊണ്ടാണ് താഴത്തേക്ക് ഇറങ്ങി വന്ന് റോട്ടിലായാലും ശരി, എവിടെയായാലും ശരി, നടു റോട്ടിലായാലും ശരി, ഡുക്രിങ്കരനെ കണ്ട അവനെ പിടിച്ചു. ഒരു ചണ്ടാളൻ വരികയാണെങ്കിലും ശരി അവനെ പിടിച്ചു.
ഈ പ്രക്രിയയല്ലേ അവലംബിച്ചിരിക്കുന്ന നമ്മുടെ ഗുരുനാഥൻ ഗുരുപരമ്പര. ഈ ഔന്നത്യ പരമ്പരയിൽപ്പെട്ട ഒരു ആചാര്യനായിരുന്നു ആദിശങ്കരൻ. ആദിശങ്കരൻ തുടങ്ങിയതൊന്നുമല്ല, ഇത് എവിടുന്ന് തുടങ്ങിയതാണ്? ആദ്യം മുതലേ തുടങ്ങിയിട്ടുള്ളതാണ് ഈ പരമ്പര. നാരായണം മുതൽ തുടങ്ങിയിട്ടുള്ളതാണ്, സാക്ഷാൽ വിഷ്ണു മുതൽ തുടങ്ങിയിട്ടുള്ളതാണ്. നാരായണം പത്മഭുവം വസിഷ്ഠം ശക്തിം ച തത്പുത്രപരാശരം ച വ്യാസം ശുഗം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമഥസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമഥസ്യ പത്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം ത്രോടകം വാർത്തികകാരമന്യാൻ അസ്മദ്ഗുരും സന്തതമാനതോസ്മി. അസ്മദ്ഗുരു വരെ, എൻ്റെ ഗുരുനാഥൻ വരെ, ആരായാലും എല്ലാവർക്കും അവരവരുടെ ഗുരുനാഥൻ വരെ, നാരായണൻ മുതൽ ഈ പരമ്പര, ഈ കണ്ണി ഗുരുപരമ്പര, റിലേ റേസ് മാറി 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 വന്നതിൽ ഒരു പ്രധാന കണ്ണിയാണ് ആദിശങ്കരൻ. അദ്ദേഹം ആ ദൗത്യം തീർച്ചയായിട്ടും നിർവഹിച്ചിട്ടുണ്ട്. അപ്പോൾ ആധ്യാത്മിക സാക്ഷാത്കാരത്തിൻ്റെ, ആത്മസാക്ഷാത്കാരത്തിൻ്റെ എന്താണ് എവറസ്റ്റിലേക്ക് കയറാൻ, കൊടുമുടിയിലേക്ക് കയറാൻ ഉള്ളൊരു പ്രായോഗിക പദ്ധതിയാണ് ശങ്കരൻ ഈ ശ്ലോകത്തിൽ ആവിഷ്കരിച്ചിട്ടുള്ളത്. ഇന്നത്തെ നമ്മളുടെ ഈ ചളിക്കുണ്ടിൽ നിന്ന്, ദുഃഖാവസ്ഥയിൽ നിന്ന്, ദുഃഖാലയം അശാശ്വതത്തിൽ നിന്ന് മെല്ലെ 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 മേൽപോട്ട് പടി ബൈ പടി, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മേൽപോട്ട് കയറി മേൽപോട്ട് ഉയരാനുള്ള ഒരു പ്രായോഗിക പദ്ധതിയാണ് ഈ ഭജഗോവിന്ദത്തിൽ 9ാമത്തെ ശ്ലോകം. ഇറ്റ് ഈസ് എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നരേഷൻ ഓഫ് പ്രൊസീജിയർ ടു ബി ഫോളോഡ്, സ്റ്റെപ്സ് ടു ബി ക്ലൈംഡ്. 5 പടികളാണ്, 5 പടികളുള്ള സ്റ്റെപ്പാണത്. ഈ പദ്ധതിയിൽ അതാണ്. 2ാം അധ്യായത്തിലെ ഭഗവത്ഗീതയിലെ നാശത്തിലേക്കുള്ള ചവിട്ടുപടികൾ വർണ്ണിച്ചിട്ടുണ്ട്. ഡൗൺഫോൾ ഓഫ് മാൻ. ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് താഴത്തേക്ക് എങ്ങനെയാണ് ചാടുക. അതുകൊണ്ട് കുട്ടികളെ സൂക്ഷിച്ചോ, അപകടക്കെണിയാണത്. 99 വെച്ച് പാമ്പ് കടിക്കും, താഴത്തേക്ക് ടിംന്ന് ചാടും. ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് താഴത്തേക്ക് വരും. ധ്യായതോ വിഷയാൻ പുംസ സംഗസ്തേഷുപജായതേ സംഗാത് സംജായതേ കാമാത് ക്രോധോ വിജായതേ ക്രോധാത് ഭവതി സമ്മോഹാത് സ്മൃതിഭ്രംശാത് ബുദ്ധിനാശാത് പ്രണശ്യതി. കംപ്ലീറ്റ് ഡിസ്ട്രാക്ഷൻ ഫ്രം യുവർ നോബിൾ എബോർഡ്. അവിടുന്ന് താഴത്തേക്കുള്ള സ്റ്റെപ്പ് ലാഡറാണ് പറഞ്ഞു കാണിച്ചു തന്നിരിക്കുന്നത്. ഇവിടെ മേൽപോട്ട് ഉയരാനുള്ള ലാഡറാണ് ഭഗവാൻ ശങ്കരൻ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത് ഈ 9ാമത്തെ ശ്ലോകത്തിൽ. നമുക്ക് ആ ശ്ലോകം എന്താണെന്ന് നമുക്കൊന്ന് ആദ്യം നോക്കാം, എന്നിട്ട് നമുക്ക് അതിൻ്റെ അർത്ഥത്തിലേക്ക് കിടക്കാം. സത്സംഗത്വേ നിസ്സംഗത്വം നിസ്സംഗത്വേ നിർമോഹത്വം നിർമോഹത്വേ നിശ്ചലതത്വം നിശ്ചലതത്വേ ജീവൻ മുക്തി. ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി രക്ഷതി ഡുക്രിങ്കരണേ. ഒന്നുകൂടി. സത്സംഗത്വേ നിസ്സംഗത്വം നിസ്സംഗത്വേ നിർമോഹത്വം നിർമോഹത്വേ നിശ്ചലതത്വം നിശ്ചലതത്വേ ജീവൻ മുക്തി. ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി രക്ഷതി ഡുക്രിങ്കരണേ. ശ്ലോകം ഏതാണ്ട് പ്രോസ് സ്റ്റൈൽ തന്നെയാണ്, വലിയ മാറ്റമില്ല. നമുക്കിതൊന്ന്
അർത്ഥം നോക്കുക. സത്സംഗത്വേ നിസ്സംഗത്വം. സിമ്പിൾ മീനിങ്. സത്സംഗത്തിലൂടെ നിസ്സംഗഭാവം. അപ്പോൾ സത്സംഗത്തിലൂടെ നിസ്സംഗഭാവവും ഒന്ന്, നമ്പർ 1. നിസ്സംഗത്വേ നിർമോഹത്വം. നിസ്സംഗത്തിലൂടെ നിർമോഹാവസ്ഥ. അപ്പം 2 ഇവിടെ പറഞ്ഞു. സത്സംഗത്വേ നിസ്സംഗത്വം. സത്സംഗത്തിലൂടെ നിസ്സംഗത്വം. നിസ്സംഗത്വേ നിർമോഹത്വം. നിസ്സംഗത്തിലൂടെ നിർമോഹത്വം, നമ്പർ 2. നമ്പർ 3, നിർമോഹത്വേ നിശ്ചലതത്വം. നിർമോഹത്വേ നിശ്ചലതത്വം. നിർമോഹത്തിലൂടെ നിശ്ചലതത്വം. 4, നിശ്ചലതത്വേ ജീവൻ മുക്തി. അപ്പോൾ സത്സംഗത്തിൽ നിന്ന് നിസ്സംഗത്തിലേക്ക്, നിസ്സംഗത്തിൽ നിന്ന് നിർമോഹത്വത്തിലേക്ക്, നിർമോഹത്വത്തിൽ നിന്ന് നിശ്ചലതത്വത്തിലേക്ക്, നിശ്ചലതത്വത്തിൽ നിന്ന് ജീവൻ മുക്തിയിലേക്ക്. സത്സംഗത്വേ നിസ്സംഗത്വം. മനസ്സിലായില്ലേ? സത്സംഗത്തിൽ നിന്ന് നിസ്സംഗത്വത്തിലേക്ക്. നിസ്സംഗത്വേ നിർമോഹത്വം. നിസ്സംഗത്വത്തിൽ നിന്ന് നിർമോഹത്തിലേക്ക്. നിർമോഹത്വേ നിശ്ചലതത്വം. നിർമോഹത്തിൽ നിന്ന് നിശ്ചല തത്വത്തിലേക്ക്. നിശ്ചല തത്വം മീൻസ് നിശ്ചല ബുദ്ധി. തത്വം മീൻസ് ബുദ്ധി. ബുദ്ധി ആൻഡ് മനസ്സ് പുട്ട് ടുഗദർ, തത്വം. അപ്പോൾ നിശ്ചല തത്വം, നിശ്ചലമായിട്ടുള്ള തത്വം. നിശ്ചല തത്വേ, നിശ്ചല തത്വത്തിൽ നിന്ന് ജീവൻ മുക്തി, ദ ലിബറേഷൻ. ഇപ്പോൾ സാധാരണ നമ്മൾ നിൽക്കുന്ന അവസ്ഥയിൽ നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ എടുത്ത് വയ്ക്കേണ്ടത്? സത്സംഗത്വേ. വളരെ ലളിതമായിട്ടുള്ള സ്റ്റെപ്സ് അല്ലേ? നോക്കൂ, ആ സ്റ്റെപ്സ് എത്ര ദൂരം നമ്മളെ കൊണ്ടുപോകും, എന്ത് ഹൈറ്റിലാണ് നമ്മളെ കൊണ്ടുപോകണം. നമ്മൾ കാല് വയ്ക്കുന്നത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, നമ്മൾ ചെന്ന് അവസാനിക്കേണ്ട ജോമെട്രിക്കൽ പ്രോഗ്രഷനിൽ 4 സ്റ്റെപ്പ് 5 സ്റ്റെപ്പ് വയ്ക്കുമ്പോഴേക്കും നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞു. വി ആർ ഓൺ ദ മൗണ്ട് എവറസ്റ്റ്. 4 സ്റ്റെപ്പ് നോക്കൂ. അപ്പോൾ സത്സംഗത്തിലേക്ക് നമ്മൾ ആദ്യം നമ്മളുടെ കാല് വയ്ക്കണം. ഈ വിവേകപൂർവമായിട്ടുള്ള ഇതുവരെ പറഞ്ഞ വിചാരം നമുക്ക് എവിടെ നിന്ന് കിട്ടും? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, തൃഷ്ണ കളയണം, വ്യാമോഹം കളയണം. ആരും പെർമനൻ്റ് അല്ല, എല്ലാവരും നശിക്കും. നശിച്ചു കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിന് ഒന്നിനും കൊള്ളില്ല, ബോഡിയിൽ വാല്യൂ ഉണ്ടാവില്ല. ഭാര്യയ്ക്ക് പോലും പിന്നെ ആ ശരീരം കാണാൻ വിഷമാവും, ഭർത്താവിന് പോലും ഭാര്യയുടെ ശരീരം കാണാൻ വിഷമാവും. ഈ വക തത്വങ്ങളൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ വിവേകപൂർവമായിട്ട് ബുദ്ധിപൂർവമായിട്ട് നമ്മൾ ആലോചിച്ചതൊക്കെ ശരിയെന്ന് നമുക്ക് അറിയുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മളെ മനസ്സിലാക്കാൻ ആരുണ്ട്? നമ്മളിപ്പോൾ ഭജഗോവിന്ദ വായിച്ചപ്പോൾ നമുക്കതൊന്ന് കിട്ടിയതില്ല ചാലോ, ഭജഗോവിന്ദ നമ്മൾ എടുത്തില്ല ചാലോ, നമ്മൾ എവിടുന്ന് മനസ്സിലാക്കും? എല്ലാവർക്കും പുസ്തകം വായിക്കാനും ഓഡിയോ ഉണ്ടാക്കാനും ഒന്നും സമയം ഉണ്ടായില്ല, വരില്ലേ? എത്ര ആൾക്കാർ കേൾക്കാൻ പറ്റാത്തവരുണ്ട്? അവർക്കെന്ത് ചെയ്യും? ശങ്കരൻ ഒരാളുടെ ഒരു ഗ്രൂപ്പിനെ പറ്റിയിട്ടല്ലല്ലോ സംസാരിക്കുകയാണ്. ശങ്കരൻ പറയുന്നത് മുഴുവൻ ലോകത്തിനെ നോക്കിയിട്ടില്ലേ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നല്ലേ അദ്ദേഹത്തിൻ്റെ ആദർശം. ലോകത്തിലുള്ള എല്ലാവർക്കും, ചിലവർക്ക് പുസ്തകം ഉണ്ടാവും, ചിലവർക്ക് അത് കിട്ടിയിട്ടുണ്ടാവും, ആളെ കിട്ടിയിട്ടുണ്ടാവും, ചിലവർക്ക് പുസ്തകം ഉണ്ടാവില്ല. എന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ എന്ത് ചെയ്യണം? എവിടുന്ന് എനിക്കിത് കിട്ടും? ഈ വിചാരം, തത്വവിചാരം എൻ്റെ ഇപ്പോഴത്തെ ജീവിത രീതിയിൽ നിന്ന് സ്വല്പം മാറ്റി മെല്ലെ മെല്ലെ മാറി 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 നല്ലൊരു ആധ്യാത്മിക ജീവിതം, സുന്ദരമായിട്ടുള്ളൊരു ജീവിതം, ട്രെയിൻ യാത്ര, ദുസ്സഹമായ ട്രെയിൻ യാത്രയിൽ നിന്ന് ഒരു അസാമാന്യമായ നല്ലൊരു ട്രെയിൻ യാത്രയാക്കി മാറ്റാൻ ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് എന്തൊക്കെയാണ് ഉപേക്ഷിക്കേണ്ടത്, എന്തൊക്കെയാണ് കൈക്കൊള്ളേണ്ടത്? ആര് പറഞ്ഞു തരും? നമ്മളുടെ ഇന്നത്തെ കൂട്ടുകെട്ടിൽ നിന്ന്, ഫ്രണ്ട്സ് സർക്കിൾ, ഇന്ന് നമ്മൾ അറിയുന്ന സ്ഥാപനങ്ങൾ, നമ്മൾ ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങൾ, ഇതിന്ന് ഏതെങ്കിലും ഒന്നും കിട്ടുമോ? നമുക്ക് കിട്ടുന്നുണ്ടോ?
പോയി നോക്കൂ. നിങ്ങളുടെ റോട്ടറി ക്ലബ്ബായാലും ശരി, ലയൺസ് ക്ലബ്ബായാലും ശരി, ഏത് ക്ലബ്ബോ ഏത് അസോസിയേഷനോ ഏത് ഓഫീസോ ഏത് വിദ്യാഭ്യാസ സ്ഥാപനമോ എവിടെ ആവട്ടെ, നമ്മൾ ഇതേവരെ 8 ശ്ലോകങ്ങൾ പറഞ്ഞിരിക്കുന്ന തത്വചിന്ത നമുക്ക് എവിടുന്ന് കിട്ടും? ഈ 8 തത്വചിന്തകൾ നല്ലതാണെന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. അപ്പോൾ അത് എവിടുന്ന് കിട്ടും? അവൻ ശ്രമിക്കണ്ടേ? ഫ്രം വേർ ഐ ക്യാൻ ബൈ ദിസ്? എവിടെ എനിക്ക് കിട്ടുക? കിട്ടാത്തൊരു മരുന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? വൈക്കോ കൊണ്ടയുടെ വടക്കോട്ട് പോയ വേര് എന്നൊക്കെ എഴുതി വൈദ്യുതി എഴുതി ചാർത്ത എഴുതി കഴിഞ്ഞാൽ എങ്ങനെയാണ് വൈക്കോ കൊണ്ടുള്ള വേര് കണ്ടുപിടിക്കുക? അപ്പോൾ കിട്ടാത്ത മരുന്ന് അമ്മി കൂമ്പ് എന്നൊക്കെ പറയില്ലേ? അങ്ങനെ എഴുതിയിട്ട് കാര്യമില്ലല്ലോ, കിട്ടണമല്ലോ. ഈ 8 ശ്ലോകങ്ങളിലും നമ്മൾ എന്താ പറയുക, സ്വീകരിക്കേണ്ട ഉപായങ്ങൾ, അപകടങ്ങളിൽ നിന്ന് പുറത്തു വരാനുള്ള ബുദ്ധിപരമായിട്ടുള്ള ജീവിതത്തോടുള്ള കാഴ്ചപ്പാട്, ഇതൊക്കെ എനിക്ക് എവിടുന്ന് കിട്ടും? ആരെനിക്ക് പറഞ്ഞു തരാം? ആരുടെ അനുഭവം കൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുക? എൻ്റെ പോലെയുള്ളവർ എല്ലാവരും ഇതേപോലെ തന്നെ ജീവിക്കണം. പിന്നെ ഞാൻ ആ ഭേദം തോന്നും. ഒരു കാര്യം നടക്കാമെങ്കിൽ ഞാൻ കൃഷ്ണ എന്ന് വിളിക്കും. മനസ്സിലായില്ലേ? അപ്പം ഞാൻ തമ്മിൽ ഭേദം തമ്മനാണ്. എൻ്റെ കൂട്ടുകാരെ കൂടി ആലോചിക്കുമ്പോൾ ഞാനാ കുറച്ച് ഭേദം. അപ്പം എനിക്കിത് പോരാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇനി ഇതൊക്കെ ഞാൻ എവിടുന്ന് അറിയും? അപ്പോൾ ഈ വിവേകധാരയുടെ ഉറവിടം ശങ്കരൻ പറയാണ്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സത്സംഗമാണ്, ഗുഡ് കമ്പനി. അതിൽ നിന്ന് മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ചിന്താഗതി കിട്ടുള്ളൂ. മുഴുവൻ അവിടുന്ന് വാരി കഴിക്കാമെന്ന് വിചാരിക്കേണ്ട, ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. പക്ഷേ നിങ്ങൾക്കൊരു ഡയറക്ഷൻ, നിങ്ങളുടെ മനസ്സിന് എന്താ പറയുക, ഒരു 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 പുതിയ മാർഗദർശനം, ഇപ്പോഴത്തെ രീതിയെക്കുറിച്ചൊരു അവലോകനം, അത് തെറ്റാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പുതിയ രീതിയിലൂടെ അവലംബിക്കാനുള്ളൊരു മാർഗം, ഇതൊക്കെ നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടുക? ത്രൂ സത്സംഗത്വേ. സത്സംഗം വഴിയേ കിട്ടുള്ളൂ. കൂട്ടുകെട്ട്, നമ്മളുടെ കൂട്ടുകെട്ട് അല്ലേ? നല്ല കൂട്ടുകെട്ട്, ഗുഡ് കമ്പനി, സത്സംഗ്. സംഘം വെച്ചെങ്കിൽ കൂട്ടുകെട്ട്, സത്ത് വെച്ചെങ്കിൽ നല്ലത്, നല്ല കൂട്ടുകെട്ട്. സംഘമാണ് മനുഷ്യൻ്റെ സ്വഭാവത്തെ വാർത്തെടുക്കുന്നത്. സംഘം നല്ലതായാലും ചീത്തയായാലും. സംസർഗേ ദോഷഗുണാദ്ഭവന്തി എന്ന് പറയില്ലേ? സംസർഗമാണ്, നമ്മളുടെ കമ്പനിയാണ് ദോഷമാണോ ഗുണമാണോ തീരുമാനിക്കുന്നത്. ഒരു സംശയമില്ല. നല്ലൊരു കമ്പനിയിൽ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ ഇറ്റ്സ് ഗുഡ് കമ്പനി. മീൻസ് ഞാൻ ജോലി എടുക്കുന്ന കമ്പനിയല്ല ഞാൻ ഉദ്ദേശിച്ചേട്ടോ, കൂട്ടുകെട്ട്. നമ്മൾ ഏത് സംഘത്തിലാണോ ആ സംഘത്തിൻ്റെ സ്വഭാവം നമ്മളെ സ്വാധീനിക്കണു. ആ സംഘത്തിൻ്റെ സ്വഭാവം നമ്മളെ സ്വാധീനിക്കും. ആ സംഘത്തിലെ എന്താണ് ക്രിയാപദ്ധതികളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ, ആ സംഘത്തിലുള്ളവരോട് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ, അവരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അനുഭവം, അവർ നമുക്ക് കാണിച്ചു തരുന്ന അനുഭവങ്ങൾ, ഈ സത്സംഗത്തിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു നല്ല ചിന്തകൾ, ചിന്താശകലങ്ങൾ, നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ. നല്ല കമ്പനിയുള്ളവർ സംസാരിക്കുന്നതും ഒരു പൊട്ട കമ്പനിയിൽ ചെന്ന് പെട്ടിട്ടുള്ള, ഒരു വൃത്തികെട്ട കമ്പനിയിൽ ചെന്ന് പെട്ടിട്ടുള്ള ആൾക്കാർ സംസാരിക്കുന്നതും വ്യത്യാസമില്ലേ? ലാംഗ്വേജ് ഓഫ് ദ റിഫൈൻഡ്, ലാംഗ്വേജ് ഓഫ് എ സ്ട്രീറ്റ് അർച്ചിൻ. വായെടുത്തവനാവുമെന്ന് അസഭ്യമല്ലേ വരുള്ളൂ. നല്ല വാക്ക് സംസാരിക്കാൻ അറിയില്ല ചില കമ്പനിയിൽ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ. ചിലർ എന്ത് കാര്യം പറയാനും ഒരു നല്ലൊരു വാക്ക്, അതൊക്കെ എവിടുന്നാണ് കിട്ടുന്നത്? നമുക്ക് സത്സംഗത്തിൽ നിന്നാണ് കിട്ടുന്നത്. നമ്മുടെ ക്യാരക്ടർ ബിൽഡിങ് എവിടുന്നാണ് വരുന്നത്? സത്സംഗത്തിൽ നിന്ന്. കുട്ടികളെ ദെയർഫോർ ഞാൻ പിന്നെയും പറയാണ് പേരൻസിനോട്, കുട്ടികളെ സത്സംഗത്തിലേക്ക് വിടണം. അവരുടെ കൂട്ടുകെട്ട് നമ്മൾ സൂക്ഷിക്കണം. അവരുടെ ഫ്രണ്ട്ഷിപ്പ് സൂക്ഷിച്ചെടുക്കുമ്പോൾ അവരുടെ എന്താ പറയുക, ഡുക്രിങ്കരനെ മോഹിച്ചിട്ട് അവർ പല ഫ്രണ്ട്ഷിപ്പിനെയും സൂക്ഷിച്ചെടുക്കും. പക്ഷെ നമ്മളത് ഒരു വാച്ച്ഫുള്ളായിരിക്കണം നമ്മളതിൽ.
ആ സത്സംഗത്തിൽ ഉണ്ടാകുന്ന സ്വഭാവം നമ്മളുടെ മനസ്സിൽ പതിയുന്നു. ദുർമാർഗമാണെങ്കിൽ ദുർമാർഗം, സന്മാർഗമാണെങ്കിൽ സന്മാർഗം. അതുകൊണ്ട് ആദ്യത്തെ പടി നല്ല സംഘത്തിൽ ചേരുക. ജീവിതങ്ങളെ കുറിച്ചും ജീവിത മൂല്യങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്ന ഒരു സംഘം. ആ സംഘത്തിൽ നമ്മൾ ചേരുക. ഏറ്റവും വലിയ സംഘം, നമുക്ക് എളുപ്പം കിട്ടാവുന്ന സംഘം, നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരു ഗുരുനാഥനാണ്. ആരായാലും ശരി, ഒരുപാട് രീതിയിൽ നമുക്ക് ഗുരുനാഥന്മാരെ ഉണ്ടാക്കാം, അല്ലേ? പല രീതിയിലും ഉണ്ടാക്കാം. ഗുരുനാഥൻ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഗുരുനാഥൻ ഇൻ ട്രൂ സെൻസ് അച്ഛനാവാം, അമ്മയാവാം, സഹോദരനാവാം, പുറമേ നിന്ന് വേറൊരാളാവാം, ആര് വേണമെങ്കിൽ ആവാം. ആരെയായാലും നമുക്ക് ചൂസ് ചെയ്യാം. അതാണ് നമ്മളുടെ ഫസ്റ്റ് സത്സംഗ്. പിന്നെ ഗുരുനാഥൻ നമ്മളെ നയിച്ചോളും വൈഡർ സർക്കിളിലേക്ക്. ആ ഗുരുനാഥനെ പോലെയുള്ള മറ്റു ഗുരുനാഥന്മാരുണ്ടാവും, ഒരു ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിലേക്ക് ഇദ്ദേഹം നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ നമുക്ക് അവിടുത്തെ പരിചയമായി. അവിടെ നമുക്ക് നേരിട്ട് കയറി ചെല്ലാൻ പറ്റില്ല, അവിടുത്തെ പരിചയമായി. ഇങ്ങനെ സത്സംഗത്തിൽ വളർന്ന് വന്ന് നമ്മുടെ പേഴ്സണാലിറ്റി വികസിച്ച് ആ പഴയ ഇഡിയോട്ടിക് തോട്ട്സൊക്കെ മനസ്സിൽ നിന്ന് പോയി, ഡുക്കൃങ്കരന വിചാരങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞ് ശമനമായിട്ട് നമുക്ക് ആവശ്യമുള്ളത് എന്താണോ, ഭോഗം വിധികൃതം വർജിക്കുകയും വേണ്ട, ഭോഗത്തിനായിക്കൊണ്ട് കാക്ഷിക്കുകയും വേണ്ട എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മളുടെ മനസ്സ് എത്തിച്ചു തരാൻ ഫസ്റ്റ് സ്റ്റെപ്പ് സത്സംഗ്. സത്സംഗം നമുക്ക് കിട്ടണമെങ്കിൽ ആദ്യം ഒരു ഗുരുവിനെ കണ്ടുപിടിക്കണം. ആ ഗുരുവിൻ്റെ പാതാരവിന്ദങ്ങളിൽ നമ്മളുടെ പേഴ്സണാലിറ്റി സമർപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്തുണ്ടായിട്ടും കാര്യമില്ല. ഇത് ശങ്കരൻ തന്നെയാണ് പറഞ്ഞത്, ഗുരു അഷ്ടകം. ശരീരം സ്വരൂപം തഥാ വാ കളത്രം യശച്ചാരുചിത്രം ധനം മേരുതുല്യം മനശ്ചേനലഗ്നം ഗുരോരംഘ്രിപാദേ തദക്കിം 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 തദക്കിം. ശരീരം സ്വരൂപം, നല്ല ശരീരമുള്ളവനാണ് ഒരുത്തൻ. ഉടലതി രമ്യമൊരുത്തന്, നല്ല രമ്യമായിട്ടുള്ള ശരീരം, നല്ല അംഗലാവണ്യം, കണ്ട ആരും ഒന്ന് നോക്കി പോകും. ഹൈ, എന്താ അയാളുടെ പേഴ്സണാലിറ്റി. അത് എളുപ്പമാണോ കിട്ടാൻ? എല്ലാവർക്കും അങ്ങനെ കിട്ടുമോ? ഭഗവാന്റെ അനുഗ്രഹമല്ലേ ഇത്. കഴിഞ്ഞ ജന്മത്തിലോ അതിൻ്റെ മുമ്പിലത്തെ ജന്മത്തിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള സുഹൃതം ഇപ്പം അത് സമയമായപ്പോൾ നിങ്ങൾക്ക് പ്രകടമാക്കാനുള്ള ഒരു അനുവാദം ഭഗവാൻ തന്നു. ഭഗവാന്റെ കാരുണ്യല്ലേ, അത് കിട്ടി. ശരീരം സ്വരൂപം തഥാ വാ കളത്രം. എൻ്റെ മാത്രം, എൻ്റെ ഭാര്യയും എന്നെ പോലെ തന്നെയാണ്. പലർക്കും അങ്ങനെ ഒന്നുണ്ട്. ഞാൻ വലിയ നല്ല സ്വരൂപക്കാരനാണ്, പക്ഷെ ഭാര്യ കാണാൻ കൊള്ളില്ല. അത് വലിയൊരു മനക്ലേശമായിട്ട് ഇങ്ങനെ ഇരിക്കുക. ഇപ്പം എന്താ ചെയ്യാനൊന്നും നോർത്തില്ലല്ലോ എന്ന് വിചാരിക്കുന്നവരുണ്ടാവും, ചിലർ തിരിച്ചുണ്ടാവും. എനിക്ക് എത്ര സൗന്ദര്യമുള്ളത്, എനിക്ക് ഇങ്ങനെ ഒരു കോന്തനെ കിട്ടിയല്ലോ, അങ്ങനെയും വിചാരിക്കാം. ഇവിടെ അതല്ല. ശരീരം സ്വരൂപം തഥാവാ കളത്രം. ഭാര്യയും ഭർത്താവും ഒരേപോലെ നിൽക്കും ഇൻ ടേംസ് ഓഫ് ശാരീരിക ബ്യൂട്ടി. കണ്ണും കാതും മൂക്കും തലയും ചെവിയും ഒക്കെ വേണ്ടവിടത്ത് വേണ്ട സ്ഥാനങ്ങളിൽ വേണ്ട സ്ഥലത്ത് നിൽക്കുന്നു. എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട്, മനസ്സിലായില്ലേ? യശശ്ചാരു ചിത്രം. പിന്നെന്താ വേണ്ട? യശസ്. കപ്പിളിങ്ങോട്ട് ഇറങ്ങി വരണ കണ്ട ആൾക്കാർ എന്താ അവരുടെ പെരുമ, എന്താ അവർക്ക് സൊസൈറ്റിയിലെ വില. ഇനി എന്ത് വേണം ജീവിതത്തിൽ? ധനത്തിന് എന്താ പറയുക, സൗന്ദര്യത്തിന് സൗന്ദര്യം, ഭാര്യയ്ക്കുണ്ട് ഭർത്താവിനുണ്ട്. ഇറങ്ങിയിട്ട് വന്നു കഴിഞ്ഞാൽ ആൾക്കാരെ ആദരിക്കാൻ. യശശ്ചാരു ചിത്രം. ധനം മേരു തുല്യം. പൈസയോ മേരു കണക്കിനാ പൈസ. മേരു മീൻസ് മഹാമേരു, എവറസ്റ്റ്. എത്ര എടുത്താലും തീരില്ല, കുന്നുകൂടി കിടക്കുക. നമ്മൾ ലിറ്ററലായിട്ട് പറയില്ലേ കുന്നുകൂടിയിട്ടുള്ള പൈസ ഉണ്ടെന്ന്. ശരിക്കതാ ശങ്കരൻ പറയണം. ധനം മേരു തുല്യം. ഇപ്പം എന്തൊക്കെയായി? ശരീരം സ്വരൂപം, നല്ല രൂപം, ലാവണ്യമായിട്ടുള്ള ശരീരം. യഥാവാ കളത്രം. ഭാര്യയ്ക്ക് അതുപോലെ തന്നെ ബ്യൂട്ടി കോൺടെസ്റ്റ്. രണ്ടുപേരും നിന്ന് ആരെ ജയിക്കാന്നറിയില്ല. തഥാവാ കളത്രം യശച്ചാരു ചിത്രം.
രണ്ടുപേരും യശസ്, രണ്ടുപേർക്കും നല്ല പേര്, നല്ല പെരുമ. എന്ത് വേണിനി? ധനം മേരു തുല്യം. ധാരാളം ധനമുണ്ട് ചിലവാക്കാൻ, മനസ്സിലായില്ലേ? പക്ഷേ മനശ്ചൈ, മനസ്സ് ന ലഗ്നേ, നിന്നില്ല എന്നുണ്ടെങ്കിൽ, എവിടെ നിന്നില്ല എന്നുണ്ടെങ്കിൽ ഗുരോരംഘ്രിപാദേ, ഗുരുനാഥൻ്റെ പാതാരവിന്ദങ്ങളിലല്ല ഈ രണ്ടുപേരുടെയും മനസ്സ് എന്നുണ്ടെങ്കിൽ തദക്കിം 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 തദക്കിം. ഇതൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? ഇതൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? ശരീരം ഉണ്ടായിട്ട് എന്താ കാര്യം? കളത്രത്തിൻ്റെ ശരീരം ഉണ്ടായിട്ട് എന്താ കാര്യം? യശസ് ഉണ്ടായിട്ട് എന്താ കാര്യം? ധനം ഉണ്ടായിട്ട് എന്താ കാര്യം? ഗുരുവിൻ്റെ പാതാരവിന്ദങ്ങളിലല്ല നിങ്ങളുടെ മനസ്സ് എന്നുണ്ടെങ്കിൽ മനസ്സേ ന ലഗ്നം, അവിടെ ലഗ്നമാവുന്നില്ല എന്നുണ്ടെങ്കിൽ ന ലഗ്നം ഗുരോരംഘ്രിപാദേ, ഗുരോരംഘ്രിപാദേ മനസ്സ് ന ലഗ്നം, മനസ്സ് ഗുരുവരംഘ്രിവാദത്തിലല്ല ലഗ്നം കൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ തദക്കിം 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 തദക്കിം. എന്താ ഇതിൻ്റെയൊക്കെ ആവശ്യം? എന്താ കാര്യം ഇതൊക്കെ ഉണ്ടായിട്ട്? നത്തിങ്. ഇതൊക്കെ എല്ലാം ഡുക്രിങ്കരണി. നഹി നഹി രക്ഷതി ഡുക്രിങ്കരണി. അപ്പോൾ സത്സംഗമാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ആ സത്സംഗത്തിന് നമ്മൾ എന്ത് വേണം? ഗുരുനാഥനെ സമീപിക്കണം. ഗുരുനാഥനെ സമീപിച്ചു കഴിഞ്ഞാൽ നമുക്ക് സത്സംഗം കിട്ടും. അപ്പം ആദ്യത്തെ പടി നല്ല സത്സംഗത്തിൽ ചേരും. അപ്പം മേൽപ്പറഞ്ഞ ഈ പറഞ്ഞ സംഘത്തിൽ നമ്മൾ ചെന്ന് ചാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് തരായാൽ, ആ സംഘം നമുക്ക് തരായാൽ, സത്സംഗം നമുക്ക് തരായിന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും മനസ്സിലെ വിക്ഷേപം കുറയും, ഇല്ലേ? അജിറ്റേഷൻസ് കുറയും. യാതൊരു സംശയം വേണ്ട, നോക്കിക്കോളൂ. നിങ്ങൾ മനസ്സുകൊണ്ട് അർപ്പിച്ച ഗുരുനാഥൻ്റെ അടുത്ത് ചെന്ന് നിങ്ങൾ ഗുരുനാഥനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ അജിറ്റേഷൻസ് ഒന്നും ഉണ്ടാവില്ല. എവ്രിതിങ് വിൽ വേപ്പറൈസ്. നിങ്ങൾ ഗുരുനാഥൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭഗവാനാവാം, അച്ഛനാവാം, അമ്മയാവാം, സ്നേഹിതന്മാരാവാം. 24 ഗുരുക്കന്മാരുണ്ട് ഭാഗവതത്തിൽ. ആരെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഗുരുവായിട്ട് സ്വീകരിക്കാം. പല രീതിയിൽ നമുക്ക് ഓരോരുത്തരും ഗുരുനാഥന്മാരാണ്. പലതും നമുക്ക് ഗുരുനാഥന്മാരാണ്. പല ചുറ്റുപാടുകളും നമ്മളെ പാഠം പഠിപ്പിക്കുന്നു. നമ്മളെ പാഠം പഠിപ്പിക്കുന്നവരൊക്കെ നമുക്ക് ഗുരുനാഥന്മാരാണ്. പാഠം പഠിപ്പിക്കാൻ ഞാൻ നെഗറ്റീവ് അർത്ഥത്തിലല്ല പറഞ്ഞത്, പോസിറ്റീവ് അർത്ഥത്തിലാണ് പറഞ്ഞത്. മറ്റുണ്ട് പാഠം പഠിപ്പിക്കില്ല. അത് നമ്മൾ PhD എടുത്തവരായില്ല പാഠം പഠിപ്പിക്കണേൽ. ആ പാഠം പഠിപ്പിക്കലല്ല, ശരിക്കുള്ള പാഠം പഠിപ്പിക്കൽ. ആധ്യാത്മികമായിട്ട് പാഠം പഠിപ്പിക്കുന്നവരാണ് ഗുരുനാഥന്മാർ. അപ്പോൾ അവരുടെ അടുത്ത് ചെന്ന് സംസാരിക്കുമ്പോൾ ചിത്തശുദ്ധി ഉണ്ടാവുന്നു. നമുക്ക് സത്സംഗത്വേ നിസ്സംഗത്വം, അറ്റാച്ച്മെൻ്റ് ഉണ്ടാവില്ല, ഡിറ്റാച്ച്മെൻറ്റ്, സ്ലോലി കാസ്റ്റ് അവേ. മാനസിക പരിവർത്തനം തന്നെത്താൻ വരും. നമുക്ക് ഓളങ്ങളൊക്കെ മനസ്സിൽ നിന്ന് ഇങ്ങനെ മെല്ലെ 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 പോവും. പ്രശാന്തമായിരിക്കും വെള്ളം. ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല, വിക്ഷേപം ഉണ്ടാവില്ല, ആവരണം ഉണ്ടാവില്ല. ക്ലിയർ ആൻഡ് ക്രിസ്റ്റൽ തോട്ട്സ് ഇൻ യുവർ മൈൻഡ്. ആവശ്യമില്ലാത്ത കൺഫ്യൂഷൻസ് ഒന്നും അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവില്ല. എവറിത്തിങ് ഗെറ്റ്സ് റിമൂവ്ഡ്. തെറ്റിദ്ധാരണകൾ നശിക്കും. ഞാൻ, എൻ്റെ എന്നിങ്ങനെയുള്ള സകല ഭാവങ്ങളും കുറഞ്ഞു വരും. അഹങ്കാരം കുറയും. വസ്തുക്കളെയും വ്യക്തികളെയൊക്കെ അവരവരുടെ നിജസ്ഥലങ്ങളിൽ നിർത്താനുള്ള കഴിവുണ്ടാവും. ആരെയും സ്വീകരിക്കും. അച്ഛനായാലും ശരി, അമ്മയായാലും ശരി, ബ്രദറാണെങ്കിലും ശരി, ഫ്രണ്ടാണെങ്കിലും ശരി, എല്ലാം ഞാൻ സ്വീകരിക്കാം. പൈസ ആണെങ്കിലും ശരി, സ്ഥാനമാനങ്ങളാണെങ്കിലും എല്ലാം ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. പക്ഷേ അതിന് അതിൻ്റേതായിട്ടുള്ള പരിമിതിയുണ്ട്. ചിലരെ ഉമ്മർത്ത് നിർത്തി സംസാരിച്ച് വിടും, ചിലരെ ഒന്ന് അകത്ത് കയറ്റും, സിറ്റിംഗ് റൂമിലിരുത്തും, ചിലവരെ ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുവരും, ചിലവരെ ഡ്രോയിങ് റൂമിലേക്ക് എത്തിക്കും, ചിലവരെ ബെഡ്റൂമിലേക്ക് കൊണ്ടുവരും. അവിടെ സോഫ സെറ്റൊക്കെ ഉണ്ട്, അവിടെ ഇരിക്കും. ദാറ്റ്സ് ഓൾ. അതിൻ്റെ അപ്പുറത്തേക്ക് ആർക്കും പ്രവേശനമില്ല. അതുവരെ കൊണ്ടുവരും ഞാൻ. അപ്പോൾ ആൾക്കാരെ അവരുടെ നിജസ്വരൂപം അറിഞ്ഞിട്ട് ഞാൻ അവരോട് പെരുമാറും.
അപ്പോൾ വസ്തുക്കളുടെയും വ്യക്തികളോടെയുമുള്ള അവരുടെ നിജസ്വരൂപത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതനുസരിച്ച് നമുക്ക് പെരുമാറാൻ പറ്റും. വ്യാമോഹം കുറയും. എക്സ്പെക്റ്റേഷൻസ് വിൽ ഡ്രോപ്പ്. അതുകൊണ്ട് തൃഷ്ണ സ്ഥലം വിടും. അയ്യോ, ഇത് നമുക്ക് പറ്റിയ സ്ഥലമല്ല, ഇവിടുന്ന് താമസം മാറുക പറയും. അപ്പോൾ ഒരു ബുദ്ധിപരമായ നിസ്സംഗത്വം, എൻലൈറ്റൻഡ് ഡിറ്റാച്ച്മെൻറ്റ്, അത് കിട്ടും നമുക്ക്. എല്ലാറ്റിനോടും ഒരു തുല്യ സമഭാവന. മലയാളത്തിൽ നമ്മൾ പറയില്ലേ, ഇരുത്തം വന്നു എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഇരുത്തം വരും മനസ്സിന്. അതാണ് സത്സംഗത്വേ നിസ്സംഗത്വം. അടുത്ത നിസ്സംഗത്വേ നിർമോഹത്വം. ഇപ്പം ഈ നിസ്സംഗതയിൽ നിന്ന് വേണ്ടാത്ത അഥവാ അരുതാത്ത എന്ന് വേണം പറയാൻ മോഹവും നിർമോഹത്വം നമ്മൾ കൈവരിക്കും. ആവശ്യമില്ലാത്ത മോഹങ്ങളൊക്കെ പോയി നിർമോഹത്വം നമ്മൾ കൈവരിക്കുന്നു. അഹങ്കാരമോകാരപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ചിന്തിക്കാൻ നമ്മുടെ ഗുരുനാഥൻ നമ്മളെ സമ്മതിക്കില്ല. മനസ്സിനെ അങ്ങോട്ട് വിട്ടുകൊടുക്കില്ല. അപ്പോഴേക്കും പിടിച്ചിങ്ങോട്ട് കൊണ്ടുവരും. അതിനേക്കാൾ 100 കുതിരശക്തി ആത്മീയ ശക്തിയുള്ള ഗുരു നമ്മളെ പിടിച്ചിങ്ങോട്ട് കൊണ്ടുവരും. കോഫി ക്ലബ് എന്ന് പറഞ്ഞാൽ അമ്പലനട എന്ന് പറയും. റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ പൂജാമുറി എന്ന് പറയും. ഇങ്ങോട്ട് പിടിച്ചു കൊണ്ടുവരും മനസ്സിനെ. therefore ആ ഈശ്വര സ്മരണ നമ്മുടെ മനസ്സിൽ നിറയുന്നു, മറ്റേതുള്ളത് കുറയുന്നു. ഈ ഈശ്വര സ്മരണ നമ്മളുടെ ഗൃഹസ്ഥ ജീവിതത്തിൽ, ആധ്യാത്മിക ജീവിതത്തിലും രണ്ടിലും ഒരേപോലെ നമുക്ക് ഉപയോഗിക്കാം. നിഷ്കാമകർമ്മം നമ്മുടെ മനസ്സിൽ നിന്ന് ഉടലെടുക്കുന്നു. നമ്മളറിയാതെ ഈശ്വരന് വേണ്ടി കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നു. എനിക്ക് വേണ്ടിയിട്ടാണെന്നുള്ള ഭാവം നമ്മൾ വിടുന്നു. ഇതൊന്നും അറിഞ്ഞിട്ടല്ല, അറിയാതെ കണ്ട കുട്ടികളെ കുടിപ്പിക്കുന്ന പോലെ. ഇങ്ങനെയാണ് കുട്ടി, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് വേണ്ട മരുന്ന് അകത്താക്കും. ദാറ്റ് ഈസ് ഗുരുസ്. അതിനാണ് സത്സംഗ്. ദാറ്റ് ഈസ് റിയലി സത്സംഗ്. So you get a state of nirmohatvam. Nitsangatve nirmohatvam. Afterwards, nirmohatve nischalatatvam. ഈ നിർമോഹ അവസ്ഥ നിശ്ചല തത്വത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നു. അത് പ്രദാനം ചെയ്യുന്നു. സ്ഥിതപ്രജ്ഞൻ എന്നർത്ഥം, മാൻ ഓഫ് സ്റ്റഡി വിസ്ഡം. നിശ്ചല തത്വം, നിശ്ചലമായിട്ടുള്ള തത്വം. ക്രിസ്റ്റൽ ക്ലിയർ ആൻഡ് അൺഷേക്കി, സ്റ്റിൽ വാട്ടേഴ്സ്. നമ്മളുടെ മനസ്സും നമ്മളുടെ ബുദ്ധിയും, അല്ലാണ്ട് കിണറ്റിലെ വെള്ളമല്ല പറയണം, നമ്മളുടെ മനസ്സും നമ്മളുടെ ബുദ്ധിയും വളരെ ക്രിസ്റ്റൽ ക്ലിയറായിട്ട്, യാതൊരു തരത്തിലുള്ള വിക്ഷേപവും ആവരണവും ഇല്ലാതെ ക്ലിയറായിട്ട് നിൽക്കുന്നു. ആ സമയത്താണ് ദ ബെസ്റ്റ് ടൈം ഫോർ മെഡിറ്റേഷൻ, ധ്യാനം. അപ്പോഴാണ് ഈശ്വരൻ നമ്മളോട് സംസാരിക്കുക. നമ്മുടെ ഉള്ളിലുള്ള സൈലൻറ്റ് വോയിസ് വിൽ ബിക്കം എലോക്വൻറ്റ്. നിർമോഹത്വേ നിശ്ചല തത്വം. നിശ്ചല തത്വത്തിൽ നിന്ന് ജീവൻ മുക്തിയിലേക്ക് പോകുന്നു. അവിടുന്ന് ലാസ്റ്റ് സ്റ്റേജ്. നിശ്ചല തത്വം മീൻസ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ദ ലോർഡ്. ഈശ്വര സ്മരണയിലൂടെ ഈശ്വര ധ്യാനം, ഈശ്വര ചിന്തയുണ്ടായി, ഈശ്വര സ്മരണയുണ്ടായി, ഈശ്വരനെ കുറിച്ചുള്ള അറിവും ഉണ്ടായി. സാക്ഷാത്കാരം കിട്ടിയിട്ടില്ല. അത് കിട്ടുന്നത് അപ്പോഴാണ് നിശ്ചല തത്വേ ജീവൻ മുക്തി. അൾട്ടിമേറ്റ്ലി യു ഗെറ്റ് ജീവൻ മുക്തി. അവസാനത്തെ പടി ലളിതാ സഹസ്രനാമത്തിലെ ആ ഒരു സീക്വൻസ് വായിച്ചിട്ടില്ലേ, ഓർമ്മയില്ലേ? നിശ്ചിന്ത നിരഹങ്കാര നിർമോഹ മോഹനാശിനി നിഷ്ക്രോധ ക്രോധശമനി നിർലോഭ ലോഭനാശിനി നിസ്സംശയ സംശയഗ്നി നിർഭാവ ഭവനാശിനി. ആദ്യം ഒരു അൺകൺസേൺഡ്നെസ് നമുക്ക്. ഇങ്ങനെ ഒരു എന്തായാലും ഓക്കെ, കാപ്പി കിട്ടിയാലും കൊള്ളാം, കാപ്പി കിട്ടിയില്ലെങ്കിലും കൊള്ളാം.
കാപ്പി ഇല്ല എന്ന് ചായയാണോ? ഓ ആയിക്കോട്ടെ. ഒരു അൺകൺസേൺനെസ്. എന്താ ഒരു ദിവസം കാപ്പി മുടങ്ങി വെച്ചിട്ട് മനുഷ്യൻ ചത്തുപോകുമോ? വൈ വൈ ബിക്കം എ സ്ലേവ് ഓഫ് യുവർ ഹാബിറ്റ്? ഇന്ന് ചായ ഇല്ല, ഓക്കെ ഫൈൻ. കാഫി ഇല്ല, ഓക്കെ ഫൈൻ. വാട്ടർ. അപ്പോൾ ഒരു അൺകൺസേൺനെസ് വരുമ്പോൾ, അൺകൺസേൺനെസ് വിൽ ഗിവ് യു ഈഗോലെസ്നെസ്. നമുക്ക് അഹങ്കാരം ഉണ്ടാവില്ല. നമ്മൾ കൺസേൺഡ് ആകുമ്പോഴാണ് നമുക്ക് അഹങ്കാരം ഉണ്ടാവുന്നത്. കൺസേൺഡ് അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എന്താ അഹങ്കാരം ഉണ്ടാവാനാ? സോ യു ബിക്കം ഈഗോലെസ്നെസ്. ഈഗോ ഇല്ല എന്നുണ്ടെങ്കിൽ ഡെലൂഷൻ ഇല്ല, വ്യാമോഹം ഇല്ല. വ്യാമോഹം ഇല്ല എന്നുണ്ടെങ്കിൽ ക്രോധമില്ല. ക്രോധമില്ല എന്നുണ്ടെങ്കിൽ തൃഷ്ണയില്ല. തൃഷ്ണയില്ല എന്നുണ്ടെങ്കിൽ ഒരു സംശയവും ഇല്ല. ഇപ്പൊക്കെ നമ്മളുടെ ഡൗട്ടിങ് തോമസസാ. സംശയമില്ല എന്നുണ്ടെങ്കിൽ സംസാരമില്ല. സംശയം കൊണ്ടാണല്ലോ സംസാരം നിലനിൽക്കേണ്ടത്. അതാണോ നല്ലത്, ഇതാണോ നല്ലത്, ദിസ് ബെറ്റർ, ദാറ്റ് ബെറ്റർ എന്നുവെച്ചാൽ അതും അറിയില്ല ഇതും അറിയില്ല എന്നർത്ഥം. ഇങ്ങനെ ആവശ്യമില്ലാത്ത സംശയങ്ങൾ, ആവശ്യമില്ലാത്ത വ്യാമോഹങ്ങൾ, ആവശ്യമില്ലാത്ത ചിന്തകൾ, ഇതെല്ലാം പോവും. വൺസ് യു ഗെറ്റ് ഇൻ ടു ദ സർക്കിൾ ഓഫ് സത്സംഗ്, സെൻസ് ഓഫ് അൺകൺസേൺനെസ് ഡെവലപ്സ്. അത് കഴിഞ്ഞ് ഈഗോലെസ്നെസ് ഒരു സ്റ്റേറ്റിലേക്ക് എത്തും. അഹങ്കാരമില്ലായ്മ. അഹങ്കാരം നശിച്ചു കഴിഞ്ഞാൽ നോ ഡെലൂഷൻ, വ്യാമോഹമില്ല. അഹങ്കാരമുള്ളത് കൊണ്ടാണല്ലോ വ്യാമോഹമൊക്കെ ഉണ്ടാകുന്നത്. ഇല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ കെട്ടിപ്പൂട്ടി ഉണ്ടാക്കുന്നത് അങ്ങനെയല്ലേ. ദേഷ്യമില്ല, ക്രോധമില്ല, തൃഷ്ണയില്ല, വ്യാമോഹമില്ല, അതിമോഹമില്ല. എന്ത് കണ്ടാലും അതെ. നാരിസ്ഥനപരനാഭീദേശം ദൃഷ്ട്വാമാക മോഹാവേശം. മോഹാവേശമില്ല, ധനാഗമ തൃഷ്ണയില്ല. പിന്നെ എവിടുന്ന് ഈഗോ ഉണ്ടാവാനാ? ഇതൊക്കെ എവിടുന്ന് കിട്ടുക നമുക്ക്? പ്രൈമറി സ്കൂൾ ഈസ് ഓർ എലിമെൻ്ററി സ്കൂൾ ഈസ് LKG ഈസ് സത്സംഗ്. ആ സത്സംഗത്തിലൂടെ നമ്മൾ വളർന്ന് നിസ്സംഗത്വം കിട്ടി. നിസ്സംഗത്തിൽ നിന്ന് നിർമോഹത്വം കിട്ടി. നിർമോഹത്തിൽ നിന്ന് നിശ്ചലതത്വം കിട്ടി. നിശ്ചലതത്വത്തിൽ നിന്ന് നിർമ്മല തത്വത്തിൽ നിന്ന് ജീവൻ മുക്തി കിട്ടി. നിശ്ചല തത്വേ ജീവൻ മുക്തി. ആ പ്രോസസ്സാണ് നിശ്ചല തത്വത്തിൽ നിന്ന് ജീവൻ മുക്തിയിലേക്കുള്ള യാത്രയുണ്ടല്ലോ. നിശ്ചല തത്വം ഈസ് ഗോഡ് റിയലൈസേഷൻ, ഗോഡ് നോളജ്, ഈശ്വരബോധം. എനിക്ക് അറിയാം, അഹം ബ്രഹ്മാസ്മി, ഐ അണ്ടർസ്റ്റുഡ്. നിശ്ചല തത്വം. പക്ഷേ ഞാൻ ബ്രഹ്മമായി തീരണ്ടേ? an act of merger, to be with him, not become, to be with him. ജീവൻ മുക്തി. ഇതിൽ നിന്നൊരു ലിബറേഷൻ വേണ്ടേ? വൈൽ അലൈവ്. മരിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല ലിബറേഷനാണ്. ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതൊന്നും ലിബറേഷൻ വേണ്ടേ? ഓടണ വണ്ടിയിൽ നിന്ന് അപകടമില്ലാണ്ട് ചാടാൻ അറിയണ്ടേ? അല്ലാണ്ട് വണ്ടി നിർത്തിയിട്ട് ഇറങ്ങലിപ്പോൾ ആ എല്ലാവർക്കും പറ്റും, എല്ലാവരും അങ്ങനെ ചെയ്യണം. ഇത് ഓടണ വണ്ടിയിൽ നിന്ന് അപകടം വരാണ്ട് ഇറങ്ങണം. അതാണ് ജീവൻ മുക്തി. മനസ്സിലായോ? ആ ജീവൻ മുക്തി കിട്ടും. അപ്പോൾ ഈ നിശ്ചല തത്വത്തിൽ നിന്ന് ജീവൻ മുക്തിയിലേക്കുള്ള ആ യാത്രയിൽ എന്ത് സംഭവിക്കുന്നു നമുക്ക്? ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യതേ സർവസംശയ ക്ഷീയന്തേ ജാസ്യ കർമാണി തസ്മിൻ ദൃഷ്ടേ പരാവരേ. കേട്ടിട്ടുണ്ടോ ഈ ശ്ലോകം, ഈ മന്ത്രം? ബൈ പ്രൊഫസർ അങ്കിരസ്. ഓർമ്മ വരുന്നുണ്ടോ അങ്കിരസ് എവിടെയെന്ന്? മുണ്ടകോപനിഷത്ത് ആചാര്യൻ അങ്കിരസൻ, ഡോക്ടർ അങ്കിരസ്. അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ ശിഷ്യന്മാരോടുള്ള സത്സംഗത്തിലുള്ള ഒരു ഡിസ്കഷനാണത്. ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യതേ സർവസംശയ ക്ഷീയന്തേ ചസ്യ കർമാണി തസ്മിൻ ദൃഷ്ടേ പരാവരേ. തസ്മിൻ ദൃഷ്ടേ പരാവരേ. എപ്പോഴാണോ ആ ബ്രഹ്മമായിട്ട് റിയലൈസ് ചെയ്യുന്നത്, ആ ചെയ്യുന്ന ആ മുഹൂർത്തത്തിൽ ഭിദ്യന്തേ ഹൃദയഗ്രന്ഥി, ഈശ്വരജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാൽ ഹൃദയഗ്രന്ഥി പൊട്ടുന്നു. അത് ജീവൻ മുക്തി കിട്ടാനുള്ള
ഒരു അടയാളം, ലക്ഷണമാണ്, പുറത്തു വരാനുള്ള ലക്ഷണമാണ്. ഹൃദയഗ്രന്ഥികൾ പൊട്ടുന്നു, ഹൃദയത്തിലുള്ള അറ്റാച്ച്മെൻറ്റ്സ് എല്ലാം പൊട്ടിവിടുന്നു. ഇറ്റ് ബിക്കംസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് ഇറ്റ് സെൽഫ്. ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയ. അതായത് അവിദ്യ കാമകർമ്മങ്ങളെല്ലാം പൊട്ടുന്നു എന്നർത്ഥം. അവിദ്യാപരമായിട്ട് നമ്മൾ ചെയ്യുന്ന കാമകർമ്മങ്ങളെല്ലാം പൊട്ടുന്നു ഹൃദയത്തിൽ നിന്ന്. ഛിദ്യന്തേ സർവസംശയ, എല്ലാ സംശയങ്ങളും തീരുന്നു. എന്ത് സംശയങ്ങൾ? ഏതാ നിത്യം, ഏതാ അനിത്യം, ഏതാ പെർമനൻ്റ്, ഏതാ ടെമ്പററി, ഏതാ ഫോൾസ്, ഏതാ റിയല്. അവിദ്യ കാമകർമ്മങ്ങൾ അത് പൊട്ടി നിത്യാനിത്യങ്ങളെക്കുറിച്ചുള്ള സംശയം തീർന്നു. ആ സ്റ്റേജിൽ അവിദ്യ ഇല്ല. നമുക്ക് അവിദ്യ പറഞ്ഞ ഒന്നും അറിയാത്തൊരു സ്റ്റേജാണ്. അത് അറിഞ്ഞു, പക്ഷേ സംശയം എന്താ വെച്ചാൽ ഏതാണ് വിദ്യ, ഏതാണ് അവിദ്യ, ഏതാണ് പെർമനൻ്റ്, ഏതാണ് ടെമ്പററി, അറിവില്ലായ്മ ഒരു സ്ഥലത്ത് വരുന്നു. അതാണ് ക്ഷീയന്തേ ചസ്യ കർമ്മണി. സംശയങ്ങളെല്ലാം തീരുന്നു. ഛിദ്യന്തേ സർവസംശയം. മൂന്നാമത്തെ ക്ഷീയന്തേ ചാസ്യ കർമ്മണി. അതുകൊണ്ട് എല്ലാ കർമ്മങ്ങളും നീ ഉപേക്ഷിക്കുന്നു. പിന്നെ നിനക്കൊന്നും കർമ്മം ചെയ്യാനില്ല. നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന. നൺ ഓഫ് യുവർ ആക്ഷൻസ് ആർ ഏർജ്ഡ് ബൈ യുവർ ഈഗോ. ഫാൻ ഓഫായി, കറണ്ട് ഓഫായി, ഇനി അത് തന്നെത്താൻ കിടന്ന് തിരിയുക. അത് തിരിഞ്ഞോട്ടെ, ഞാൻ കാറ്റ് കൊള്ളാൻ വേണ്ടി ഇട്ടതല്ല അത്. അതിൻ്റെ വോളിഷനിൽ അത് തിരിയണു. എൻ്റെ സ്വിച്ച് ഓഫാ. ഐ ഹാവ് സ്വിച്ച് ഓഫ് മൈ ഈഗോ, ഐ ഹാവ് സ്വിച്ച് ഓഫ് മൈ സെൽഫിഷ്നെസ്. ഞാൻ അതൊക്കെ സ്വിച്ച് ഓഫ് ചെയ്തു. പക്ഷേ ആ സ്പീഡിൽ, പ്രാരബ്ധത്തിൻ്റെ സ്പീഡിൽ പിന്നെയും കുറച്ച് ഫാൻ തിരിയും. തിരിഞ്ഞോട്ടെ. ഈ ഹാലോജൻ ലാമ്പൊക്കെ ഇല്ലേ, മെല്ലെ ലൈറ്റ് കെടുള്ളൂ, പെട്ടെന്ന് ഡിം അങ്ങോട്ട് കെടില്ല. ക്ഷീയന്തേ ചാസ്യ കർമ്മണി. ക്ഷീയന്തേ, മെല്ലെ പറഞ്ഞു, ക്ഷയിക്കുന്ന അർത്ഥം, ഇല്ലാണ്ടാവുന്നല്ല. മെല്ലെ ക്ഷയിച്ച് ക്ഷയിച്ച്, ചന്ദ്രൻ ക്ഷയിക്കുന്നത് പോലെ ക്ഷയിച്ച് ക്ഷയിച്ച് പോരും. എപ്പോൾ? തസ്മിൻ ദൃഷ്ടേ പരാവരേ. എപ്പോഴാണോ നിനക്ക് ഈശ്വരജ്ഞാനം ലഭിക്കുന്നത്, ആ ഈശ്വരജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാൽ ഈ വക 4 കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴേക്കും നിങ്ങൾ ഈശ്വര അനുഭവത്തിലേക്ക് എത്തുന്നു. ദർ റീച്ച് ഗോഡ് റിയലൈസേഷൻ. അതാണ് ഇതിൻ്റെ പ്രോസസ്സ്. അപ്പോൾ കാര്യമായിട്ട് വേണ്ടത് ഫസ്റ്റ് എലിമെൻ്ററി ക്ലാസ് സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി. മനസ്സിലായോ? അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ച് ശ്ലോകം ഒന്ന് വായിക്കുക, മനസ്സിരുത്തി ഒന്ന് അവലോകനം ചെയ്യുക. എന്നിട്ട് നമുക്ക് നാളെ ക്ലാസ്സിൽ അടുത്ത ശ്ലോകം നമുക്ക് 10ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. അതുവരെ എല്ലാവർക്കും ഹരി ഓം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനി